അപ്പൊ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചല്ല നമ്മളിവിടെ അഗാദറിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെത്തി. ബീച്ച് വ്യൂ റിസോർട്ടാണ് അല്ലെ ഷംജിത് ഭായി? ബീച്ച് വ്യൂ റിസോർട്ടാണ്. ഭയങ്കര കോമഡി ആയിരുന്നു. അലീഗ്രോ അഗാദർ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണേ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് ആദ്യം നമ്മളിവിടെ വന്ന് റൂം ഉണ്ടോ ചോദിച്ചു. അപ്പോൾ റൂം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ booking.com നോക്കിയപ്പോൾ അതിൽ റൂം കണ്ട്. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നപ്പോൾ അവൻ വീണ്ടും റൂം തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് ആദ്യം ഇത് പറഞ്ഞു വിടായിരുന്നു ഇടാന്ന്. അപ്പോൾ അവൻ പറഞ്ഞു അത് ഓൺലൈൻ മാത്രമുള്ള സംഭവമാണെന്ന്. അവൻ ഞങ്ങളെ വേറൊരു ഹോട്ടലിലേക്ക് ആദ്യം പറഞ്ഞു വിട്ടു. പക്ഷേ ഈ ഹോട്ടൽ ഈ ലൊക്കേഷൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇത് എടുത്തത്. നമ്മൾ ഈ ഒരു റൂമിൽ താമസിക്കുന്നതിന് വേണ്ടി ഏകദേശം 22,000 രൂപ കൊടുത്തിട്ടുണ്ട്. 22,000 രൂപ കൊടുത്ത ആ റൂമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സോ റൂം ഇതാണ്. ഇവിടെ ബാഗ് വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ ഒരു സേഫ് ലോക്കർ ഉണ്ട്. ഇവിടെ ഒരു ഓപ്പൺ വാർഡ്രോബ് ഉണ്ട്. പിന്നെ ബാത്റൂമൊക്കെ നല്ല വലിയ ബാത്റൂമാണ്. ഷവർ ഏരിയ ആണ് ഈ കാണുന്നത്. ടവലൊക്കെ വെച്ചിട്ടുണ്ട്. നോട്ട് ബാഡ്. ഹെയർ ഡ്രയർ ഉണ്ട്. സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് സീ വ്യൂ ആണ്. ഞാൻ നാളെ കാണിച്ചു തരാം. വലിയൊരു ബാൽക്കണിയാണ് ഈ കാണുന്നത്. ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വേറെ റൂമുകളൊക്കെ ഉണ്ട്. ഇത്രയും പൈസ കൊടുത്തെടുത്ത റൂമിനകത്ത് ഒരു ഗ്ലാസ് ചെറിയ കുപ്പി വെള്ളം പോലും ഇവർ വെച്ചിട്ടില്ലേ. സീ വ്യൂ ഉണ്ടായാൽ മതി. രാവിലെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് ഭയങ്കര മോശമായി. ഒരു കുപ്പി വെള്ളം പോലും ഇല്ലെന്നേ. നമുക്കൊക്കെ എന്ത് സുഖമല്ലേ, വെള്ളം പോലും ഇല്ലാത്ത റൂമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു ഗ്ലാസ് ഇത്രയും പൈസ കൊടുക്കുന്ന റൂം സാറേ ബഡ്ജറ്റ് ഉള്ളതൊക്കെയാണ് പിന്നെയും പറയാം. എന്തായാലും നാളെ നമ്മൾ അഗാദറിലുണ്ട്. അഗാദറിൽ നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. റൂമിലാണ് ഒരു ഫോണുണ്ട്. ഈ ഫോണാണ് വർക്ക് ചെയ്യത്തുമില്ല. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു റൂം ബുക്ക് ചെയ്ത് വന്ന ആ റൂമിലേക്ക് നമ്മൾ പോയി. റൂമിലേക്ക് പോയപ്പോഴത്തേക്കിനും അത് സീ വ്യൂ അല്ല, പൂൾ വ്യൂ അല്ല, ഒന്നുമല്ല. ഏതോ ഒരു കാട് മാത്രം, ചുമ്മാ ഒരു പുറകിലൊരു മതിലുണ്ട്. ആ മതിൽ മാത്രമുള്ളൊരു ഭയങ്കര ദൂരെ മാറിയിരിക്കുന്ന ഒരു റൂം. അത് ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ റൂം എടുക്കാൻ വേണ്ടി നമ്മൾ വിളിക്കാൻ നോക്കിയപ്പോഴത്തേക്കിനും അവർ ഫോൺ വർക്ക് ചെയ്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ താങ്ക് യു, നമ്മുടെ ബാഗ് അവിടെ വെച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും റിസപ്ഷനിൽ പോയിട്ട് എക്സ്ട്രാ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഈ സാധനം എടുത്തുകൊണ്ട് വന്നത്. ഇപ്പോൾ അവൻ അപ്പുറത്തെ റൂമിൽ നമ്മുടെ ബാഗ് എടുത്തുകൊണ്ട് വെച്ച് തന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. യെസ്, ഓൾ ഗുഡ്. നോ വാട്ടർ ഇൻ ദ റൂം. You want water? Yeah. Just come back to the reception to bring water there, okay? Okay. Okay, you can come back to the reception, okay? Okay. You don't have water in the room? Water? No, I don't think so. Because the water just you can bring in the bar. Okay. Okay, just go to the reception. No free water? No complimentary water? You can get free water. Where? From where? Bar, we have the bar, the sports bar. Which floor? Floor number 1. Behind the pool. We have sports bar is open now. Okay. Okay, sir? Okay. Thank you. എന്താ ഇതാണ് സംഭവം. ഇത് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ നടക്കണം ഞാൻ റിസപ്ഷനിലേക്ക് വെള്ളം വാങ്ങണമെങ്കിൽ. ഷംജിത് ഭായി, താഴെ അവിടെ ബാറിൽ പോയ വെള്ളം കിട്ടുമെന്ന് വേണം എടുത്തോളാം. എന്ത് പന്നം പിടിച്ച ഹോട്ടലാന്ന് ഇവർക്ക് അഹങ്കാരം കേട്ടോ. സത്യം പറഞ്ഞാലേ ഇങ്ങനെ ഇത്രയും വൃത്തിയായിട്ട ഹോട്ടലുകൾ മൊറോക്കോയിലല്ലാതെ ഞാൻ വേറെ എവിടെ കണ്ടിട്ടില്ല. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഇത് കണ്ടില്ലേ, ഹോട്ടലിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് ജയിൽ പുള്ളികൾക്കൊക്കെ ഇടുന്ന പോലെ ഒരു ബാൻഡ് കയ്യിലിട്ട് വന്നിട്ടുണ്ട്. ഈ സാധനം ഉണ്ടല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുള്ളൂ എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നവരെ ഇത് ഊരി കളയരുതെന്നും പറഞ്ഞു. എന്തൊക്കെ പരിപാടികളാന്ന് നോക്കി. അങ്ങനെ നിങ്ങൾ ഇത്രയും നേരം കണ്ട ആ വീഡിയോ ഞാൻ അവിടെ അവസാനിപ്പിച്ച് ഷംജിത് ഭായി അപ്പുറത്ത് ഉറങ്ങാനായിട്ട് കടന്നു. ഞാനാണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നു. സമയം 1 മണിയായി. AC തണുക്കുന്നില്ല, ചൂടോടെ ചൂട്. വെള്ളമില്ല, ഞങ്ങളുടെ ഉണ്ടായിരുന്ന വെള്ളം തീർന്നു. ദാഹിക്കുന്നു. എനിക്കാണ് എഡിറ്റ് ചെയ്യാനും ഉണ്ട്. 1.5 മണിക്കൂർ ഇരിക്കുകയും വേണം. അങ്ങനെ വെള്ളം ചോദിക്കാനായിട്ട് ഫോൺ വിളിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ ഇവർ ഓഫാക്കി ഇട്ടിരിക്കുകയാണ്. ഫോൺ വർക്ക് ചെയ്യില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ താഴെ റിസപ്ഷനിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ഷംജിത് ഭായിയോട് ചോദിച്ചു, ഷംജിത് ഭായി വരുന്നു, ഞാൻ താഴെ വെള്ളം ചോദിക്കാൻ പോവുകയാണ്, കാരണം അവിടെ വരെ പോയി വാങ്ങിച്ചാലേ പറ്റുള്ളൂ. ഷംജിത് ഭായി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ താഴെ റിസപ്ഷനിൽ പോയി. ഓൾറെഡി ഒരു റൂം നമ്മൾ പോയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ രണ്ടാമത് എക്സ്ട്രാ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ രണ്ടാമത്തെ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നല്ല റൂം തരണമെന്ന് പറഞ്ഞതല്ലേ, നീ എന്തിനാണ് പിന്നെയും നമുക്ക് ഇങ്ങനെ ഒരു മോശം റൂം തന്നത്. ലൈക്ക് അവൻ പർപ്പസ്ഫുള്ളി ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ അവൻ നമ്മൾ ആദ്യം പോയപ്പോൾ ബുക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അവിടെ ഇറങ്ങി പോകേണ്ടതായിരുന്നു. റൂം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ലൈക്ക് ഹീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഗീവ് റൂം ടു അസ്. അത് നമ്മളുടെ ലുക്കും വേഷവും ഭാവവും ഒക്കെ കണ്ടിട്ടായിരിക്കാം. അവന് യൂറോപ്യൻസ് മതിയായിരിക്കാം. കാരണം അവൻ യൂറോപ്യൻസിനോട് ഒലിപ്പിയതായിരുന്നു. നമ്മളെ റൂമിൽ ഞാൻ പറഞ്ഞില്ല, നമ്മളെ റൂം ഞങ്ങൾ തന്നെ തപ്പിപ്പോയിരുന്നു. അത്രയും വലിയ റിസോർട്ടിൽ 10 മിനിറ്റ് ഞങ്ങൾ ഫസ്റ്റ് റൂം തപ്പിയെടുക്കാൻ തന്നെ. അവർ ബാക്കിയുള്ള ആൾക്കാർ യൂറോപ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്കിനും അവർ സ്റ്റാഫ് വരുന്നു, പെട്ടി എടുത്തുകൊണ്ട് പോകുന്നു, അവരെ ഒലിപ്പിക്കുന്നു, അവരോട് സംസാരിക്കുന്നു, അവരോട് ഹാപ്പി ആക്കുന്നു. അത് ഭയങ്കര ഡിസ്ക്രിമിനേഷനാണ്. ഇവിടെ ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. പക്ഷേ ഈ ഹോട്ടലിൽ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കണ്ടു. പല ഹോട്ടൽസ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്.
എന്നിട്ട് അപ്പോൾ നമ്മൾ വെള്ളം ചോദിച്ചാൽ അവൻ പറയുന്നു വെള്ളമില്ല. ഞാൻ ആദ്യം പറഞ്ഞു റൂം AC വർക്ക് ചെയ്യുന്നില്ല, ചൂടാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരം AC നോട്ട് വർക്കിംഗ്, ഓക്കെ ലെറ്റ് മീ സീ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞു ഐ നീഡ് സം വാട്ടർ ടു ഡ്രിങ്ക്, രാത്രിയായി, എനിക്ക് വെള്ളം വേണം, നിങ്ങൾക്ക് ഫ്രീ വാട്ടർ ഇല്ലെങ്കിൽ ഞാൻ പൈസ തരാൻ വില്ലിങ്ങാണ്, യു ഗീവ് എസ് സം വാട്ടർ. അപ്പോൾ അവൻ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു സോറി സാർ ബാർ ഈസ് ക്ലോസ്. ഓക്കെ ബാർ ഈസ് ക്ലോസ് ബട്ട് ഐ നീഡ് സം വാട്ടർ ടു ഡ്രിങ്ക്. നിങ്ങളൊരു ഹോട്ടലല്ലേ, അപ്പോൾ നിങ്ങൾക്ക് വെള്ളമൊന്നും ഇല്ലേ, കുപ്പി സംഭവങ്ങളൊന്നും ഇല്ലേ, നിങ്ങൾക്ക് റൂം സർവീസ് ഇല്ലായിരിക്കും, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്, റിസപ്ഷനിലേക്ക് വന്നു, കുടിക്കാൻ ഒരല്പം വെള്ളം ബേസിക് തിങ് ചോദിച്ചപ്പോഴത്തേക്കിനും അവരില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടു, കാരണം നമ്മളിങ്ങനെ പറ്റത്തില്ല, ഇങ്ങനെയാണ് പറ്റത്തില്ല, ഞങ്ങൾക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ദേഷ്യപ്പെട്ടു. അവൻ പറഞ്ഞു ഓക്കെ ഐ കോൾ മൈ മാനേജർ, യു ക്യാൻ ടോക്ക് ടു യു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അപ്പോൾ അവിടെ ഇരുന്നു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും മാനേജർ ഓടിച്ചാടി ഇറങ്ങി മേളിൽ താഴേക്ക് വന്നു. എന്നിട്ട് സ്ട്രെയിറ്റ് കട്ട് ആൻഡ് റൈറ്റ് പുള്ളി നമ്മളോട് പറഞ്ഞ സംഭവമാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. You are not giving the proper service. See, they are not giving water, they are not giving anything. Their phone is not working, nothing is working. They are not giving service, AC is not working. If you have problems, have a seat, please. I will call the manager. No water, what is this? What kind of hotel is this? We are tourists. This is not what we expect from a hotel in Morocco. Sir, be quiet, please. Okay? I cannot keep quiet. What is this? We need water to drink. You know what is the time? We need water, basic thing, water. There is no water. AC not working, no water. What hotel is this? No phone to call to the reception. What is this? Have a seat. We have manager. He's coming to you right now, sir. I wake up the manager for you. Just have a seat. What kind of hotel He's is coming this? to you, please. ഒരുമാതിരി മറ്റടുത്ത ഹോട്ടൽ. Okay, take that to the manager. Big manager is coming to you, please. Have a seat. രാത്രി ഇപ്പോൾ 1 മണി 1:30. ഞങ്ങളിവിടെ ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല. അവർ ബാർ അടച്ചു വന്നു. നമ്മൾ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്നാ താഴേക്ക്. റൂമിൽ വെള്ളമില്ല. ഇവിടെ വന്നപ്പോൾ ഇവിടെ വെള്ളമില്ല. എയർ കണ്ടീഷൻ വർക്ക് ചെയ്യണില്ല. ചൂടെടുത്തിട്ട് റൂമിൽ കിടക്കാൻ വയ്യ. ഇത്രയും കാശ് കൊടുത്താണ്, എന്ത് ചെയ്യാനാണെന്ന് നോക്ക്, എന്ത് കഷ്ടമെന്നറിയോ. No, I will. These people were torturing. They are torturing. You know that? They are torturing. Yeah, you call the police. No problem. I don't have any problem. You call the police. You call the police. You call the police. Very bad service. You call the police. No problem. You call the police. I'm ready to face anything. You call the police. മാനേജർ വന്നിട്ട് നമ്മൾ ബഹളം ഉണ്ടാക്കിയപ്പോൾ അവൻ പോലീസിനെ വിളിക്കാനാണ്. നമ്മളിവിടെ പൈസ കൊടുത്ത് ഇവിടെ അവൻ്റെ ഹോട്ടലിൽ വന്ന് താമസിച്ചിട്ട് അവനിപ്പോൾ ഹോട്ടലിൽ ഒരു തുള്ളി വെള്ളം പോലും തരാനില്ല. അതുകൊണ്ട് അവനെ പോലീസിനെ വിളിക്കാൻ പോവാണ്. എന്ത് മനുഷ്യരാണെന്നറിയോ? ഇസ് ദിസ് എ സർവീസ് യു ആർ ഗിവിംഗ്? ഇറ്റ്സ് എ ഷെയിം ഫോർ യുവർ കൺട്രി, നോട്ട് ഫോർ യു. ഇറ്റ്സ് ഷെയിം ഫോർ മൊറോക്കോ. ദാറ്റ്സ് വെരി ബാഡ്. നോക്ക്, അവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്ത് മനുഷ്യരാന്ന് നോക്കി. മാനേജറാണെന്ന് മാനേജർ എന്ന് പറഞ്ഞേ, ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്, അവർ വരട്ടെ, അവർ വന്നിട്ട് നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ, നിങ്ങളിവിടെ താമസിക്കേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളെൻ്റെ പൈസ ഫുള്ള് തരാമെങ്കിൽ നമ്മൾ ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞു. സമയം എത്ര ഇപ്പോൾ? സമയം 1 മണി, രാത്രി 1:05 രാത്രി 1:05. ഒരു ഹോട്ടലിൽ വന്ന് കയറുന്നു. ഹോട്ടലിൽ കയറുമ്പോൾ തന്നെ ആയിട്ടില്ല ഇങ്ങനത്തെ സാധനമൊക്കെ ഇട്ടാണ്. 2 ദിവസം ഇത് കൈ വെക്കണം. അത് ഇങ്ങനത്തെ സാധനമൊക്കെ ഇട്ടിട്ടാണ് ഹോട്ടലിൽ കയറ്റിയേക്കുന്നത്. അലഗ്രോ ഹോട്ടൽ. എന്നിട്ട് അവർ പറയുക വെള്ളമില്ല റൂമിൽ, ഒരു തുള്ളി വെള്ളമില്ല, നാവ് വരണ്ടിരിക്കുന്നു. അപ്പോൾ ബാറിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ബാർ അടച്ചു വന്നു. അപ്പോൾ വേറെ വെള്ളമില്ല. ഇപ്പോൾ ഇവിടുന്ന് വെള്ളം ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കും. ഞാൻ ചോദിച്ചു കടലിൽ പോയി കുടിക്കണമെന്ന് ചോദിച്ചു. അതൊന്നും മിണ്ടുന്നില്ല. പിന്നെ റൂമിൽ AC വർക്ക് ചെയ്യാനുള്ള മര്യാദയ്ക്ക് ചൂടെടുക്കുന്നത് ആകെ സീനാണ്. എന്ത് ചെയ്യും? പിന്നെ ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? 22,000 രൂപ കൊടുത്തിട്ട് എടുത്ത ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ പോലീസുകാരുടെ വണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ സംഭവങ്ങളുണ്ട്, ഞാനത് പിന്നെ പറയാൻ വിശദമായിട്ട്. അപ്പോൾ സമയം ഇപ്പോൾ 1:50. സുനീർ ഭായ് വന്ന് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, സുനീർ ഭായ് നമ്മൾ ഇവിടെ ആക്ച്വലി സുനീർ ഭായിയുടെ അനിയൻ്റെ വീട് ഇവിടെയുണ്ട്. സുനീർ ഭായ് അനിയൻ്റെ വീട് ഇവിടെയുണ്ട്. സുനീർ ഭായ് അവിടെ പോയി നിങ്ങളിവിടെ ഹോട്ടലിൽ കിടന്നോന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഹോട്ടലെടുത്ത് നമ്മളിവിടെ കിടന്നത്. ഇപ്പോൾ പോലീസുകാർ വന്നു, 2 പോലീസുകാർ. അവർ വന്നിട്ട് നമ്മളോടൊന്നും ചോദിച്ചില്ല. ആദ്യം മാനേജറെ കണ്ട് മാനേജറോട് സംസാരിച്ചപ്പോൾ മാനേജർ പറഞ്ഞു നമ്മളിവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയത്. കാരണം അവിടെ മുതലാണല്ലോ അവൻ കാണുന്നത്. ബഹളം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ഇവിടെ നിന്ന് നേരെ റൂമിൽ പോയിട്ട് താഴെ റിസപ്ഷനിൽ പോയിട്ട് അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് AC വർക്ക് ചെയ്യുന്നില്ല,
വെള്ളം വേണം എന്ന് പറഞ്ഞു വെള്ളം ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഫ്രീ വാട്ടർ അല്ല ചോദിക്കുന്നത്, ഇവിടെ ഫ്രീ വാട്ടർ ഇല്ല മൊറോക്കോയിൽ. നമ്മൾ പൈസ തരാം, എനിക്ക് ദാഹിച്ച് തൊണ്ട വരണ്ടിട്ട് വയ്യ, വെള്ളം 1:30 മണിക്ക് വെള്ളം താ. നമ്മൾ വെള്ളമില്ല എന്ന് കട്ടൺ റേറ്റ് ആയിട്ട് പറയുന്നു. പിന്നെ അവൻ AC സംഭവം ചോദിച്ചപ്പോഴത്തേക്കിനും അവനൊന്നും പറയുന്നില്ല. AC അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു. എന്നാൽ ടെക്നീഷ്യനെ വിളിക്കാവുന്നോ, റിപ്പയർ ചെയ്യാവുന്നോ, റൂം മാറ്റി തരാമെന്നോ ഒന്നും പറയുന്നില്ല. അങ്ങനെ അവസാനം അപ്പം നമ്മൾ സ്വാഭാവികമാണ് എല്ലാവരും ഇച്ചിരി ഒച്ച ഉണ്ടാക്കി. നമ്മൾ ബഹളം ഉണ്ടാക്കി, അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ബഹളം ഉണ്ടാക്കി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും മാനേജറെ വിളിച്ചു. മാനേജർ ഇറങ്ങി വന്നിട്ട് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് യു ഗൈസ് ഹാവ് ടു ലീവ് നൗ, യു ഹാവ് ടു ലീവ് നൗ, ഐ എം കോളിംഗ് പോലീസ്. നമ്മൾ ഇറങ്ങിപ്പോണം, ഞാൻ പോലീസിനെ വിളിക്കുകയാണെന്നുള്ള രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ ജയിൽ പുള്ളികളാണല്ലോ. അതായത് ഈ സാധനമൊക്കെ കയ്യിലിട്ട് വന്നിട്ടാണ് ഇതിനകത്ത് കിടന്നുറങ്ങണം. കുളിക്കാൻ നേരം ഇതൊക്കെ ദേഹത്ത് കൊള്ളും. പ്ലാസ്റ്റിക് പോലത്തെ കട്ടിയുള്ളൊരു സാധനമാണ്. ഇതൊക്കെ ഇട്ടിട്ട് ജയിൽ പുള്ളിയെ പോലെയാണ് ഈ ഹോട്ടലിൽ കയറ്റിയേക്കുന്നത്. എന്നിട്ട് ഞങ്ങളൊരു 15 മിനിറ്റ് അവിടെ ഇരുന്നു താഴെ. ഇവനാരും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മളും അവിടെ ഇരുന്നു. സുനീർ ഭായി വിളിച്ചു, സുനീർ ഭായി വരാമെന്ന് പറഞ്ഞു. പോലീസ് വന്നിട്ട് ആദ്യം ഇവനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാർക്ക് കാര്യങ്ങൾ മനസ്സിലായി ഏകദേശം. എന്നിട്ട് പോലീസുകാർ നമ്മളോട് വന്ന് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇന്ന പോലെ ഞങ്ങൾക്ക് വെള്ളം തന്നില്ല, ഞങ്ങൾക്ക് വെള്ളം വേണം, ദാഹിക്കുന്നു, നമുക്ക് റൂമിൽ AC വർക്ക് ചെയ്യുന്നില്ല, ചൂടാണ്, കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർ തമ്മിലായി സംസാരം. പിന്നെ കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലായി, അവരുടെ തെറ്റെന്നുള്ളത് മനസ്സിലായി. പിന്നെ അവരെന്താ സംസാരിച്ചത്? അവര് പറയുന്നത് പിന്നെ നമ്മള് ഇതാക്കിയതാണ്. പിന്നെ പോലീസുകാർ പറഞ്ഞു അവരോട് നിങ്ങള് പിന്നെ കസ്റ്റമർക്ക് വെള്ളം കൊടുക്കാത്തത് ചോദിക്കുന്നത്. അത് മനസ്സിലായിട്ട് അവർക്ക് എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് പൈസ തിരിച്ചു തരണം. രാത്രി 1:30 മണി. അപ്പൊ അവർക്ക് പറഞ്ഞപ്പോ പൈസ തരാൻ പറ്റില്ല, അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നു. അപ്പൊ നമുക്ക് പൈസ കിട്ടിയെങ്കിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ, അടുത്ത റൂമിലേക്ക് പോകണല്ലോ. അത് സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ പാസ്പോർട്ട് കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. 1:52 മണിയായി രാത്രിയില്. അത് രാത്രി ഇത്ര സമയത്ത് ഇറക്കി വിടുമ്പോൾ നമ്മുടെ കസ്റ്റമർ ആണല്ലോ. നമ്മൾ രാത്രി 1:30 മണിക്ക് നമ്മൾ ഇറക്കി വിടുമ്പോൾ നമ്മൾ എടുക്കു പോകുന്നുള്ളതാണ് അവരുടെ പ്രശ്നം. പോലീസുകാർ ചോദിച്ചു, ഡിസ്കസ് ചെയ്യുന്നത് സത്യമാണ്. ഇപ്പം പോലീസുകാരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ടൂറിസ്റ്റ് ആണ്, നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. ഭയങ്കര മാന്യമായിട്ടാണ് പോലീസുകാർ പെരുമാറിയത്. അവര് നമ്മളോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ നിന്ന് ഇവരെ ഇറക്കി വിടുകയാണ്, നിങ്ങൾ പുറത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ എവിടെ താമസിക്കും? ഞങ്ങൾ പറഞ്ഞു നമുക്കൊരു ലോക്കൽ ഫ്രണ്ട് ഉണ്ട്, നമ്മൾ വേറെ ഹോട്ടല് തപ്പി പിടിച്ച് നമ്മൾ പോയിക്കോളാം എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവരെ സമ്മതിച്ചത്. ഇല്ലെങ്കിൽ അവര് എങ്ങനെയെങ്കിലും നമ്മളെ ഇവിടെ തന്നെ താമസിപ്പിക്കാൻ ശ്രമിക്കും. അത് മാത്രമല്ല, ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ലേ, അവന്മാർ നാളെ എന്തെങ്കിലും ചെയ്താലോ നമുക്കറിയില്ല. കാരണം അത്ര റൂഡായിട്ടാണ് അവന്മാർ പെരുമാറിയത്. അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത്, ഇനി ഈ സാധനം ആരും ഉരുത്തരും, എല്ലാം എടുത്തല്ലോ അല്ലേ, ഇനി ഒന്നും മറന്നില്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല. യെസ്, അങ്ങനെ രാത്രി 2 മണിക്ക് നമ്മൾ പുറത്തിറങ്ങുകയാണ്. ഷംജിത് ഭായി വന്നുടനെ തന്നെ പോലീസുകാരോട് പറഞ്ഞു, ഐ ആം എ ബ്രിട്ടീഷ് സിറ്റിസൺ ആൻഡ് ഹി ഈസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ. അത് കേട്ടത് ആ പോലീസുകാർ ശരിക്കും ഒന്ന് ഇതായി. കാരണം അത് നിങ്ങൾക്ക് അറിയാമല്ലോ അതിന്റെ പ്രശ്നങ്ങളൊക്കെ. സോ വി വിൽ ഗോ. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താന്നുള്ളത് നമുക്ക് കാണാം. അയ്യോ ഇരട്ടി വീണ്ടും ഉള്ള കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ തന്നെ പൊക്കിയെടുത്തുകൊണ്ടാണ് നമ്മൾ റൂമിലേക്ക് വന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ഇത്രയും വലിയ ഹോട്ടലുകളിലൊക്കെ വരുമ്പോഴത്തേക്കിനും അവർ നമ്മുടെ പെറ്റിയൊക്കെ നമുക്ക് റൂമിൽ കൊണ്ട് തരേണ്ടതാണ്. അതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ അവിടെ താഴെ ഇരിക്കുമ്പോൾ കുറച്ച് വെള്ളക്കാർ വന്നപ്പോഴത്തേക്കിനും ആ വെള്ളക്കാർക്ക് എന്തായിരുന്നു അവരോടുള്ള സ്നേഹം? അത് ഡിസ്ക്രിമിനേഷൻ അല്ലേ? അത് അവർക്ക് പെട്ടി കൊണ്ട് കൊടുക്കുന്നു, അവരെ റൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു, കൊണ്ടുപോകുന്നു. അത് ഡിസ്ക്രിമിനേഷൻ. ഇത് അലഗ്രോ അഗാദർ അല്ല, അലർജി അഗാദറ. അലഗ്രോ അഗാദർ. ഇടയ്ക്കിടയ്ക്ക് പോ. അടുത്ത ഹോട്ടൽ അപ്പം സമയം എത്രയെന്ന് അറിയോ? 2:10. ഓക്കെ, അപ്പൊ സമയം രാത്രി 2 മണി. നമ്മൾ അടുത്ത റൂം തേടി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഹോട്ടൽ നോക്കി പോവുകയാണ്. ഇനി എന്ത് ചെയ്യും എന്നറിയില്ല. ലെറ്റ്സ് ഗോ ആൻഡ് സീ. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, അവർക്ക് നമ്മൾ ചോദിച്ചത് സൗജന്യമായിട്ട് വെള്ളം തരാനൊന്നും അല്ല പറഞ്ഞത്. കാരണം ഇവിടെ പല ഹോട്ടലുകളിലും ഫ്രീ വാട്ടർ കിട്ടില്ല, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. നമുക്ക് വെള്ളമാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ രാത്രിയിൽ ചിലപ്പം റൂം സർവീസ് ഇല്ലായിരിക്കാം, ആളില്ലായിരിക്കാം. നമുക്ക് അതുകൊണ്ടായിരിക്കാം അവര് ഫോൺ ഡിസ്കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സുനിൽ ഭായ്, അവരുടെ ഫോൺ അല്ല, എല്ലാ റൂമിലും ഫോൺ ഡിസ്കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പറയട്ടെ, ഫോൺ വിളിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഫോൺ ഡിസ്കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വെള്ളം കിട്ടാനായിട്ട് താഴെ റിസപ്ഷനിലേക്ക് പോയി. അപ്പൊ നമ്മൾ പോയി പറഞ്ഞു നമുക്ക് ഒരു കുപ്പി വെള്ളം വേണം. അപ്പൊ റിസപ്ഷനിൽ നാളെ എടുത്തവായി പറഞ്ഞു, ബാർ ക്ലോസ്ഡ് ആണ്, നിങ്ങൾക്ക് ഇപ്പൊ വെള്ളം കിട്ടില്ല, രാവിലെ കിട്ടുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞാ എനിക്ക് ദാഹിക്കുന്നു, നീ ഒരു ഗ്ലാസ് വെള്ളം താ, ഞാൻ നിനക്ക് എത്ര പൈസ എന്ന് വെച്ചാൽ തരാമെന്ന് പറഞ്ഞു.
അന്നേരം വീണ്ടും പുള്ളി പറയാ വെള്ളമില്ല എന്ന്. അഗാദർ ബീച്ച് ക്ലബ് ഇത് ഫുള്ളാന്ന് തോന്നുന്നു കണ്ടിട്ട്. എല്ലടാ അതിൽ പോണ്ടില്ല, ഇതിന് നോക്ക് അവൈലബിൾ എടാ. ബുക്കിംഗ് ഡോട്ട് നോക്കിയാൽ അവരൊന്നും പറയൂല, ഉണ്ടാവില്ല. സമയം 2:20 നമ്മള് ഹോട്ടൽ തപ്പിക്കൊണ്ട് നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാണല്ലോ ഇപ്പൊ അവര് നമ്മളോട് ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറുന്നത്. നമുക്ക് ബേസിക്കലി വേണ്ടിയിരുന്നത് നമ്മുടെ റൂമിൽ AC വർക്ക് ചെയ്യുന്നില്ല, നമുക്കൊരു കുപ്പി വെള്ളം വേണം, ഇതായിരുന്നു നമ്മുടെ ആവശ്യം. അത് ശരിക്കും അവർ തന്നില്ല. നമ്മൾ ഫ്രീ ആയിട്ട് വെള്ളമല്ല ചോദിച്ചത്, നമ്മൾ പൈസ കൊടുക്കാൻ തയ്യാറാണ്. നമ്മൾ താഴെ പോയി, കാരണം ബുക്ക് അവൈലബിലിറ്റി ഉണ്ട്. ഇനി ഇതിനപ്പുറമാണോ ദൈവമേ ഇത്? ആണോ? എന്താ പോയിട്ട് നോക്കിട്ട് വരാം. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് വെള്ളം വേണ്ട, കാരണം ഇവിടെ മൊറോക്കോയിൽ ഒരു ഹോട്ടലിലും ഫ്രീ ആയിട്ട് വെള്ളം കിട്ടില്ല. നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ അവനത് ഫ്രീയുടെ വെള്ളമോ ഒന്നും പറഞ്ഞില്ല, ഫ്രീ ഇല്ലെന്നോ ഒന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞത് വെള്ളമില്ല, കട്ട് ആൻഡ് റൈറ്റായിട്ട് പറഞ്ഞു വെള്ളമില്ല. ഇത്രയും വലിയൊരു ഹോട്ടൽ, അതും 4 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞ് പേരൊക്കെ എഴുതി വെച്ച് 10-25,000 രൂപയും വാങ്ങിച്ചിട്ട് വെള്ളമില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും കമോൺ, ഞങ്ങൾ നിങ്ങൾക്ക് എത്ര പൈസ, നിങ്ങൾ എത്രയാണ് വെള്ളത്തിന് ചോദിക്കുന്നത്, അത് പൈസ തരാൻ വില്ലിങ്ങാണ്. വെള്ളം ദാഹിച്ചിട്ട് വയ്യ. രാത്രി 1:30 ഞാൻ എവിടെ പോയി വെള്ളം വാങ്ങിച്ചുകൊണ്ട് വരും? അപ്പം പറയുന്നത് വെള്ളമില്ല. സ്വാഭാവികമായിട്ടും ദേഷ്യം വരുമോ? ആരാളും ദേഷ്യം വരും. പിന്നെ പറഞ്ഞു ഓക്കെ, ഞങ്ങളുടെ റൂമിൽ AC വർക്ക് ചെയ്യുന്നില്ല, ഭയങ്കര ചൂടാണ് അകത്ത്, കാരണം പുറത്ത് ഭയങ്കര തണുപ്പാണ്, തുറന്നിട്ട് കിടക്കാനും പറ്റത്തില്ലല്ലോ, കാരണം ബാൽക്കണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് തുറന്നിട്ട് കിടക്കാൻ പറ്റില്ല, സേഫ് അല്ല, അപ്പുറത്തും ഇപ്പുറത്തും മുറികളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്ത് ചെയ്യുന്നേ, റൂമിൽ AC വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഒരു രക്ഷയില്ല, ഇവർ മൈൻഡ് ചെയ്യുന്നില്ല, അവന് ഭയങ്കര ഒരു വൃത്തിയായിട്ട് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ദേഷ്യപ്പെടും. അപ്പോൾ ദേഷ്യം പിടിച്ചപ്പോഴത്തേക്കിനും മാനേജർ നേരെ ഇറങ്ങി വന്ന് ഞങ്ങൾ പുള്ളിയോട് സംസാരിക്കാൻ വേണ്ടി എണീറ്റപ്പോഴത്തേക്കിനും യു ഹാവ് ടു ലീവ് മൈ ഹോട്ടൽ, ഐ എം കോളിംഗ് പോലീസ്. ഇതെന്തുപാടി ഇത്? ഇറങ്ങിപ്പോളാത്, നമ്മൾ കാശ് കൊടുത്ത് നിൻ്റെ ഹോട്ടലിൽ വന്ന് താമസിക്കുന്ന കസ്റ്റമേഴ്സാണ്. അപ്പം എന്നിട്ട് അവർ പോലീസിനെ വിളിച്ചു. പിന്നെ ബാക്കി സംഭവിച്ച കാര്യങ്ങളാണത്. എന്നിട്ട് അവസാനം ഞാൻ അവിടെ വെച്ചെടുത്ത വീഡിയോ ആണ് അവരുടെ പ്രശ്നം. അവർ CCTV എടുത്തിട്ട് പോലീസുകാരെ കാണിച്ചു കൊടുക്കുന്നു, ഇവൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഇടാൻ പാടില്ല, പ്രശ്നമാവുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ശരി, ഞാൻ ആ വീഡിയോ ഇടില്ല, പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും, നിങ്ങളുടെ ഹോട്ടലിൻ്റെ പേര് പറയും, എൻ്റെ എല്ലാ സംഭവങ്ങളും പറയും. ഐ ഹാവ് റൈറ്റ്സ് ടു ഡു ദാറ്റ്. അല്ലേ? പോലീസുകാർ നമ്മളോട് മാന്യമായിട്ടാണ് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്, വളരെ മാന്യമായിട്ടാണ് പോലീസുകാർ പെരുമാറിയത്. അവർ നമ്മളോട് പലതവണ ചോദിച്ചു എന്താ നിങ്ങൾ രാത്രി ചെയ്യുന്നത് ഇനി എന്നുള്ളത്. അപ്പം അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. പോയി നോക്കാം, റൂം ഉണ്ടോ എന്ന് പോയി നോക്കാം. ബാ. Yeah. Give me some nice room, please, sir. Make sure that AC is working. That's it. Nothing. For how many nights? 2 nights. 2 nights. Yeah. Sea view room ഇല്ല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. Sea view room എടുക്കാൻ പറ്റില്ല, പ്രശ്നമായിരിക്കും. اجي محمد وري لهم هاد 27 كرتاش. اجي وري لهم هاد. സമയം 2:30 നമ്മളോട് വന്നപ്പോഴത്തേക്കും അവർ പറയാണ് ലേറ്റ് ആയില്ലേ, ഓൺലൈൻ കാണുകയാണെങ്കിൽ ബുക്ക് ചെയ്തു, നമുക്ക് തരാം, സീ വ്യൂ റൂമില്ല എന്ന് പറഞ്ഞു. എൻ്റെ പേര് മറന്നുപോയില്ല, എന്തൊരു എൻ്റെ പേര്, മറ്റേ അഗാദർ ഏത് അഗാദർ ബീച്ച് ക്ലബ്ബ്. അഗാദർ ബീച്ച് ക്ലബ്ബ് ഇതാണ് ഹോട്ടൽ, അഗാദർ ബീച്ച് ക്ലബ്ബ്. هذا الروم please is what you check in. Yeah, sure. See view. Okay. And then we see give you price. ഓക്കെ, താങ്ക് യു. എന്ത് നല്ല ഡീലിങ്സ് അല്ലേ? നിങ്ങൾ റൂം കണ്ടിട്ട് വാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രൈസ് തരാം, സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. ഇത് ഇമാതിരി തിരക്ക് ഇതുപോലത്തെ സ്ഥലത്തൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഇവിടെ എല്ലാ ഹോട്ടലുകളും ഫുള്ളാട്ടോ. ഇത് ഭയങ്കര ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. ഞങ്ങൾ റൂമൊക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു. റിസപ്ഷനിൽ നിന്ന് റൂമിലേക്ക് 1 കിലോമീറ്റർ നടക്കണം. ഇതിന് കോലകമ്പം പ്രോപ്പർട്ടിയാ, എൻ്റെ പൊന്നു. കുറച്ച് നല്ലോണം ഉറങ്ങിക്കൂടാ. കണ്ടോ, റോഡിൽ വന്ന് നമ്മുടെ ബാഗ് വരെ എടുത്തോണ്ട് പോയി. കണ്ടോ, അതാണ് സർവീസ്. കണ്ടില്ലേ? മറ്റവനുണ്ടല്ലോ നമ്മുടെ, എനിക്ക് തിരിച്ചു പറ, മൂപ്പരാകെ 2 മിനിറ്റ് സർവീസ്, ഞാൻ 4 ദിവസം സർവീസ്. ഒരു താങ്ക്സ് എനിക്ക് പറഞ്ഞു. നിങ്ങൾക്ക് താങ്ക്സ് പറയണോ സുനിൽ ഭായ്? നിങ്ങൾ നമ്മുടെ ചങ്കല്ലേ, അല്ലേ അല്ലേ? അപ്പം നാളെ കുറച്ച് ലേറ്റ്, കാരണം ഇന്നത്തെ ഒരു ട്രാജഡിയാണ്, ഇത് കഴിഞ്ഞു പോയി. കാരണം നമ്മളെന്താ ചെയ്യുന്ന അറിയില്ല, സർവീസ് വാസ് വെരി ബാഡ്. വോട്ട് ടു ഡു നമുക്ക് ഞാനൊരു അരക്കുപ്പി വെള്ളമുണ്ട്, ഒന്നും അറിഞ്ഞിട്ടില്ല. പോലീസുകാരന് വീഡിയോ എടുത്ത് വെച്ചേക്ക് സുജിത്തിൻ്റെ, എന്താണ് മൂപ്പരാട് ചെയ്തത് അത് ഞാൻ കണ്ടില്ല. അപ്പോൾ സുജിത്ത് പറഞ്ഞ അവരാദ്യം തുടങ്ങിയാണ്. അതെ, ഇത് സംഭവം എന്താണെന്നറിയോ? ശരിക്കും നമ്മളാദ്യമേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടിട്ടാണ് അവൻ പോലീസിനെ വിളിച്ചത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ പോലീസിനെ വിളിക്കുന്ന പറയും മുമ്പ് എന്തെങ്കിലും സംഭവിച്ചിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം മാന്യമായിട്ട് അവരോട് പോയി സംസാരിച്ചു.
നമുക്ക് സാധനം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തില്ല. വെള്ളമില്ല എന്ന് പറഞ്ഞു. ഏസിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവനൊന്നും പറയുന്നില്ല, അവൻ മൈൻഡ് ചെയ്യണില്ല. ഒരു എന്താ പറയുക, നെഗ്ലക്ട് ചെയ്യുന്ന നമ്മൾ സ്റ്റാർട്ടപ്പ് തന്നെ മനസ്സിലാക്കി ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മൾ കണ്ടതല്ലേ, നിങ്ങൾ കണ്ടതല്ലേ. നമ്മൾ ഓൾറെഡി ഇങ്ങനെ ദേഷ്യം വരാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അവിടെ പോയ റൂമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വേറൊരു ഹോട്ടലിൽ പോയി അവിടെ ബുക്കാണ്, ഫുള്ളി ബുക്ക്ഡാണ്. ഇന്റർനെറ്റ് നോക്കിയാലും നമ്മൾ അവൈലബിലിറ്റി കണ്ട് നമ്മൾ ബുക്ക് ചെയ്ത് പോയി. അപ്പോൾ അത്രയും ടയർഡായിട്ടാണ് അവിടെ എത്തുന്നത്. എത്തിയ ശേഷം അവരെ നമ്മൾ അവിടെ വന്നതിൽ തന്നെ ഒരു അങ്ങനെ ക്യാരി ചെയ്തിട്ടില്ല. അതെല്ലാം ചെയ്തിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ഇപ്പം AC വർക്ക് ചെയ്തതിലൊന്ന്, രണ്ടാമത് വെള്ളം കുടിക്കാൻ വെള്ളമില്ല. അങ്ങനെ താഴെ വന്നിട്ട് വെള്ളത്തിന് ചോദിച്ചു. ശരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ശരിക്കും നിങ്ങൾ ട്രാവൽ ഏജൻസി തുടങ്ങുന്നു, മൊറോക്കോയിലേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ വരുന്നു, മൊറോക്കോനെ പറ്റി നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നു. സന്തോഷ് ജോർജ് കുളങ്ങര സാറ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു, അദ്ദേഹവും മൊറോക്കോനെ പറ്റി നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരും. അപ്പോൾ അവിടേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെയുള്ള ആളുകൾ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. അവിടെ ഒരു സംഭവങ്ങൾ പാടില്ല. വരുന്ന ആൾക്കാരെ ഈ ഹോട്ടലിൽ ബുക്കിംഗ് ചെയ്യൂല പോരെ, അല്ലെ പറയാ. ശരിക്കും നമ്മളിപ്പോ കാഞ്ചേരി പോയപ്പോ നല്ല ഹോട്ടലല്ല അങ്ങനെയാണ്. ഈവൻ പോലീസ് എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്തത്. അതെ, പോലീസൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ശരിക്കും ഞാനിങ്ങനെ അതെ മാനേജർ വന്നു, അത് ഞാൻ കണ്ടില്ല. അവൻ അടിച്ചില്ലെന്നേ ഉള്ളൂ, തല്ലിയില്ലെന്നേ ഉള്ളൂ. സത്യം. ഷംജി ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ഷംജിത്ത് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ അല്ലേ കാര്യങ്ങൾ സംസാരിച്ചത്. നമ്മൾ നൈറ്റ് പോയി. അപ്പോൾ ഇന്ന് നല്ലോണം എഡിറ്റ് ചെയ്യാം. ഒരു 11 മണിയായാലും പ്രശ്നമില്ല. ഞാൻ ടൈമിങ് ചോദിക്കാം. നിങ്ങൾ എണീച്ച് കഴിഞ്ഞാൽ ഞാൻ വിളിക്കും. എന്നിട്ട് നമുക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ എപ്പോഴാണ് പോകേണ്ടത് വെച്ചാൽ അതനുസരിച്ച് ഞങ്ങൾ രാവിലെ സെറ്റ് ആക്കും. പേടിയൊന്നും പ്രശ്നമൊന്നുമില്ല. ഞാൻ അച്ഛനെ വിളിച്ചിട്ട് അപ്പം ഇതുപോലുള്ള ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ എനിക്ക് ആ ഹോട്ടലിൻ്റെ മാനേജർ, എനിക്ക് ഷുവറാണ് ഹോട്ടലിൻ്റെ മാനേജർ ഈ വീഡിയോ കാണും. നീ കാണണം, നീ കണ്ടിട്ട് ഇങ്ങനെ ഒരിക്കലും ആരോടും ചെയ്യാൻ പാടില്ല എന്ന് നീ മനസ്സിലാക്കണം. അതിനുവേണ്ടി മാത്രമാണ്. പിന്നെ മൊറോക്കോ അധികാരികളോ സർക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റോ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തൊരു ആരാണ് സഞ്ജിത് ഭായി ഏത് ഷംജി തീർച്ചയായും ഇതുപോലെയുള്ള ആളുകളെ ശരിക്കും കെയർ ചെയ്യുക. അവര് വരുന്ന ടൂറിസ്റ്റുകളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇങ്ങനെയുള്ള ഹോട്ടലുകളും ജീവനക്കാരും അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ ആളുകളും അല്ലെങ്കിൽ ടൂറിസമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങളുടെ നാട്ടിലെ ടൂറിസത്തെ വളരെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ആവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയാണ്. അതുകൊണ്ട് ദയവായി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടുക. നമുക്ക് ഹെൽപ്പ് ചെയ്തു, നമ്മുടെ തീർച്ചയായും പോലീസ് നമ്മളെ ഹെൽപ്പ് ചെയ്തു, ഇല്ലയെന്ന് പറയില്ല. പോലീസ് നമ്മളെ ഹെൽപ്പ് ചെയ്തു. കാരണം പോലീസ് എന്ന് പറയുന്നത് നമുക്ക് നീതി തരാൻ വേണ്ടിയാണ്. സോ അതിനുവേണ്ടിയാണ് ഞാനിങ്ങനൊരു വീഡിയോ ഇന്നിപ്പോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് പോലും മനസ്സിൽ വിചാരിച്ച ഒരാളല്ല. പല യാത്രകളിൽ പല നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ അതൊന്നും അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാറില്ല. പക്ഷേ ഇതെനിക്ക് കാണിച്ചേ പറ്റുള്ളൂ. ബിക്കോസ് ഐ ലവ് മൊറോക്കോ. മൊറോക്കോ ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്തൊരു രാജ്യമാണ് എനിക്ക്. ദാറ്റ്സ് വൈ ഐ ആം ഡൂയിങ് ഇറ്റ്. മൊറോക്കോയിൽ നല്ല സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്, നല്ല നല്ല ആൾക്കാരുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയൊരു ബാസ്ക്കറ്റ് നിറച്ച് തക്കാളി കൊണ്ടുപോകുമ്പോൾ അതിലൊരു തക്കാളി ചീഞ്ഞാൽ മതിയല്ലോ ബാക്കി എല്ലാ തക്കാളിയും ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് അതിനകത്തെ പ്രശ്നം. ഇത് ഇവിടെ രാത്രി 2 മണി 3 മണിയായിട്ട് ഇവിടെ ക്ലബ്ബുകളും മറ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഫുൾ ലൈവാണ്, ഓണായി പരിപാടികൾ നടക്കുന്നു. എനിവേ നമ്മളിപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോകാം. സീ യു ടുമോറോ. ബൈ. ഇവിടെ കണ്ടോ, നമ്മുടെ റിസോർട്ടിൻ്റെ അകത്ത് തന്നെ ഇവിടെ കടയുണ്ട്. വെള്ളം വാങ്ങിക്കാൻ ഇല്ലേ, സൂപ്പർ മാർക്കറ്റാണിത്. എന്തൊക്കെ പറഞ്ഞാലും ഇത് കണ്ടോ, നമ്മുടെ ചേട്ടൻ നമുക്ക് വേണ്ടി നമ്മുടെ ബാഗ് കൊണ്ടുവന്നു. ഞങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞിട്ടും ഇല്ല പറ്റില്ല ഞാൻ കൊണ്ടുതരാമെന്നും പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ നമ്മുടെ ബാഗ് ചുമ്മിക്കൊണ്ട് പോകുന്നുണ്ടോ. കുറേ നടക്കാൻ സർവീസ്, അതാണ് സർവീസ്. ഇതിപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ലല്ലോ, നമ്മൾ കൊണ്ടുപോകാതെ പറഞ്ഞതുമാണ്. പക്ഷെ അതങ്ങനെയാണ്, ബാഗ് നമ്മളെ റൂമിൽ കൊണ്ട് കാണിക്കുക എന്നുള്ളത്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ബിസിനസ് ഹോട്ടൽസിലെ എക്സെപ്ഷൻസ് ഉണ്ട്, നമുക്ക് കീ തരത്തേ ഉള്ളൂ പല ആൾക്കാരും. ഇങ്ങനെയുള്ള ഹോട്ടലുകൾ ഇത് എവിടെയാണ് എന്താകും തോന്നുന്നു. റിസപ്ഷനിൽ നിന്ന് ഒരു 5-10 മിനിറ്റൊക്കെ നടക്കണമെന്ന് റൂമിലേക്ക് പോകാൻ. അത്ര വലിയ പ്രോപ്പർട്ടിയാണ് പലതും ഇവിടെ ഉള്ളത്. ബീച്ച് റിസോർട്ടുകളല്ലേ. ഇപ്പൊ ഈ കോറിഡോറിൽ ഇവിടെ നിന്ന് അങ്ങേ അറ്റം വരെ 200 മീറ്റർ ഉണ്ട്. നോക്കി എന്തോരം ഉണ്ട്. ഇത് താഴത്ത് നില, ഇനി ഇതിന്റെ മേളിൽ വേറെ ഉണ്ട്. അപ്പൊ റൂമിലെത്തി, സോ ഹാപ്പിയാണ്. നാളെ രാവിലെ ഞാൻ ബാക്കി സംഭവങ്ങളൊക്കെ കാണിക്കാം, ബാക്കി സംഭവങ്ങളൊക്കെ പറയാം. അതായത് ഇപ്പൊ വീഡിയോ അവസാനിപ്പിക്കുന്നില്ല, ഹോട്ടലൊക്കെ കാണിക്കണ്ടേ, റിസോർട്ടൊക്കെ കാണിക്കണ്ടേ. പിന്നെ ഇവിടെ ഒടുക്കത്തെ ബീച്ച് ലൈഫാണ്. ഇപ്പൊ സമയം 3 മണിയായി. നിങ്ങൾ നോക്ക്, അടിപൊളി നൈറ്റ് ലൈഫ്. പുറത്തൊക്കെ എന്തോരോ ആൾക്കാരെന്നറിയോ, അയ്യോ അമ്മാതിരി ആൾക്കാരാ. ഇത്രയും നൈറ്റ് ലൈഫ് ഞാൻ ഒരിക്കലും മൊറോക്കോ പോലൊരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എവിടെ പോവാ?
അല്ല ഒന്നുമില്ല, പുറത്ത് സുലീം ഭായി കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ബൈ പറഞ്ഞിട്ടെ, ഞാൻ വീഡിയോ എടുത്ത് ചെയ്യട്ടെ. 3 മണിയായി, എനിക്കിത് വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പൊ ശരി. ശരി, ഓക്കെ. അപ്പൊ ഗുഡ് മോർണിംഗ്. യെസ്, ദിസ് ഈസ് അവർ റൂം. ഒരു ബെഡ്, 2 ബെഡ്, പിന്നെ ഒരു സോഫ ബെഡ്. പിന്നെ റൂമിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് സീ വ്യൂ റൂം കിട്ടിയിരിക്കുകയാണ്. ഇവിടെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും നമുക്കിത് ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട്. ഇത് തൊട്ട് പുറകിൽ തന്നെ നമുക്ക് കടലാണ്. അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ കുളിക്കുന്ന കാണാൻ സാധിക്കും. ഭയങ്കര വ്യൂ ഉള്ള ഒരു റൂമാണ് കിട്ടിയിരിക്കുന്നത്. ഈ റൂമിന് നമ്മൾ 2 ദിവസത്തേക്ക് കൊടുത്തത് 16,000 രൂപയാണ്. മറ്റേ റൂമിന് നമ്മൾ 2 ദിവസത്തേക്ക് കൊടുത്തത് 22,000 രൂപയാണ്. സോറി, 22,000 രൂപയാണ് കൊടുത്തത്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് എന്ത് ബെറ്റർ അല്ല. ശരിക്കും നമ്മൾ ആദ്യം ഇതല്ലേ എടുക്കാതിരുന്നത്. ഇതിനും ഇച്ചിരി മോശം റിവ്യൂ കണ്ടിട്ടാണ് നമ്മൾ അത് എടുത്തത്. അതിനകത്താണ് ഭയങ്കര നല്ല റിവ്യൂ ആയിരുന്നു കണ്ടിരുന്നത്. നമ്മൾ മോശം റിവ്യൂ വളരെ കുറവായിരുന്നു. പെയ്ഡ് റിവ്യൂസ് ഫാർ ബെറ്റർ ആണ്. ചിലപ്പോൾ പെയ്ഡ് റിവ്യൂസ് ഒക്കെ ആയിരിക്കാൻ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫൈനലി ഇവിടെ എത്തി. ഇവിടെ ശരിക്കും അഗദർ എന്ന് പറയുന്നത് ഒരു ബീച്ച് ഡെസ്റ്റിനേഷനാണ് കേട്ടോ. ഇവിടെ മൊറോക്കോയിൽ പല സ്ഥലങ്ങളിലും ബീച്ചുണ്ട്. എന്നിരുന്നാലും അഗദർ നല്ലൊരു ബീച്ച് ഡെസ്റ്റിനേഷനാണ്. യൂറോപ്യൻസ് ആണ് ഇവിടുത്തെ കൂടുതൽ ആൾക്കാർ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ ഈ പല സ്ഥലങ്ങൾ നമ്മൾ നാട്ടിലുള്ളവർ പറയും ഗോവയിൽ പോയാൽ അവർക്ക് സായിപ്പിനെ മതി, അല്ല അവരെ മതി. പിന്നെ കോവളത്തും വർക്കലയിലൊക്കെ പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ സായിപ്പന്മാർ പറഞ്ഞപ്പോഴാണ് നമ്മളെയൊക്കെ പലർക്കും വില വന്നു തുടങ്ങിയത്. നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ നമ്മളിൽ പലരും ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നുണ്ട്. ഞാനൊക്കെ എത്ര തവണ ഗോവയിൽ പോയിട്ട് ബീച്ച് സൈഡിലുള്ള ഹട്ടിലൊക്കെ പോകും. ബീച്ച് സൈഡിൽ ആ ഫ്രണ്ട് പ്രൈം സീറ്റ് ഉണ്ടാവുമല്ലോ, അവിടെ ഇരിക്കാൻ പോകുമ്പോൾ അത് സീറ്റ് ഈസ് റിസർവ്ഡ് എന്ന് പറയും. ഇരുത്തൂല. എന്നിട്ട് നമ്മൾ അകത്ത് മാറ്റിയിരുത്തും. എന്നിട്ട് ഒരു സായിപ്പോ മദാമയോ വരുമ്പോൾ അവനെ പിടിച്ചവിട്ടിരുത്തും. നമ്മളെ നാട്ടിൽ തന്നെ നമുക്ക് ഡിസ്ക്രിമിനേഷൻ കിട്ടുന്നു. അന്ന് പിന്നെ ബാക്കിയുള്ള നാട്ടിൽ പോയി കഴിഞ്ഞാൽ സായിപ്പിനെ കണ്ടാൽ കവാത്ത് മറക്കില്ല എന്ന് പറയുന്ന സ്വഭാവം ഇന്ത്യക്കാർക്ക് മാത്രമല്ല. ഇന്നലെ ശരിക്കും നമ്മൾ അനുഭവിച്ചത്. നമ്മളെ മുന്നിൽ തന്നെ നമ്മളെ ബാഗ് നമ്മൾ ഒറ്റയ്ക്ക് കൊണ്ടുപോകേണ്ടി വന്നു. എന്ന് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വന്ന പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഒരാളെ വിളിച്ചിട്ട് അവരെ മറ്റൊരു ബാഗ് കൊണ്ടുപോയി കൊടുക്കും. അതെല്ലായിടത്തും ഉള്ളൊരു സംഭവമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ പല നാട്ടിൽ പോകുമ്പോഴും നമുക്കിതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷേ പൊതുവേ എനിക്ക് ഡിസ്ക്രിമിനേഷൻ ഒന്നും ഞാൻ ഇതുവരെ ഫീൽ ചെയ്യാത്തൊരു രാജ്യം എന്ന് പറയുന്നത് ചൈനയാട്ടോ. ചൈന ആ കാര്യത്തിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആൾക്കാർ. പിന്നെ മൊറോക്കോയിൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കാം. മൊറോക്കോയിലെ ഹോട്ടൽസിൽ ഒരു അമ്യൂണിറ്റീസും ഉണ്ടാവില്ല. സോപ്പ് ഷാമ്പു ഉണ്ടാവും, വേറൊരു സംഭവം ഉണ്ടാവില്ല. വെള്ളം കിട്ടില്ല, പച്ചവെള്ളം കിട്ടില്ല, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അതും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെയൊക്കെയാണ് പല ഹോട്ടൽസിലും. നമ്മൾ ചിലപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ് സേഫ്. പിന്നെ ചില ഹോട്ടലുകൾ ഓൾ ഇൻക്ലൂസീവ് ഹോട്ടലുകളുണ്ട്, അതായത് എല്ലാം ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഹോട്ടലുകൾ. അങ്ങനെയുള്ള ഹോട്ടലുകളിൽ ചിലപ്പോൾ ഔദാര്യം പോലെയൊക്കെ ആയിരിക്കും പല സംഭവങ്ങളും. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. പറഞ്ഞ പോലെ ഓരോ നാട്ടിൽ പോകുമ്പം അവിടുത്തെ ഹോട്ടലുകളിൽ താമസിക്കുമ്പോഴാണല്ലോ അവിടുത്തെ എക്സ്പീരിയൻസ് കിട്ടുന്നത്. എന്തായാലും ഒരിക്കലും ഒരു ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. കാരണം വെള്ളം ചോദിച്ചതിന് AC വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് റിസപ്ഷനിൽ പോയിട്ട് സംസാരിച്ച് നമ്മളെ എന്ത് കാര്യം പറഞ്ഞിട്ടാ ശരിക്കും പുറത്താക്കിയത്. ഈ പ്രശ്നമൊക്കെ കഴിയുന്ന ഇടയിൽ പിന്നെ വെള്ളത്തിന് കുപ്പി കൊണ്ടുവന്ന് വെള്ളം തന്നെ ഇല്ലാത്ത ഹോട്ടലിൽ 2 ലിറ്ററിന്റെ ഒരു വെള്ളത്തിന് കുപ്പി മാനേജർ പോലീസ് വരുന്നതിന് തൊട്ട് മുമ്പ് കൊണ്ട് തന്നു. അതവിടെ നിന്ന് വന്നപ്പോ അതാ ഞാൻ ചോദിക്കുന്നത്, വെള്ളം തന്നെ. എന്നിട്ട് അവൻ ഡയലോഗ് അടിക്കുകയാണ്, വെള്ളം എത്ര വേണം, ഹൗ മച്ച് വാട്ടർ യു വാണ്ട്, ഐ ക്യാൻ ഗീവ് യു ഹൺഡ്രഡ്സ് ഓഫ് ബോട്ടിൽസ് എന്നൊക്കെ പറഞ്ഞ്. ഒരു കാര്യം, നമ്മൾ അവിടുത്തെ പോലീസിന്റെ ഭയങ്കര മര്യാദയായിട്ട് നമ്മൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതെ, അത് എന്തായാലും ഭയങ്കര സംഭവമാണ്. പക്ഷേ ഒരിക്കലും പ്രവർത്തിക്കാൻ പാടില്ലാത്ത രീതിയിലാണ് അവർ ബിഹേവ് ചെയ്തത്. കാരണം ഞാൻ ഇതുവരെ ഇത്രയും മോശം ഒരു അനുഭവം ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത്ര ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ലൈഫിൽ ഇങ്ങനെ കണ്ടില്ല. ഒരു ട്രെയിനിങ് ഇല്ലാത്ത പോലെ അല്ലെ അവരൊരു ആളോട് എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളത്. ആക്ച്വലി നമ്മൾ ഒരുപാട് യാത്ര ചെയ്താൽ എത്ര ഹോട്ടലിൽ പോയി താമസിച്ചിട്ടുണ്ട് ലൈഫിൽ. എനിക്ക് ഇതുവരെ ഒരു അനുഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്കും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ അനുഭവങ്ങൾ നമ്മൾ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായെന്നുണ്ടെങ്കിലും ആരാണെങ്കിലും നമുക്ക് ദേഷ്യം വരില്ലേ. നമ്മൾ ഇത്രയും ചെറിയ പൈസ അല്ലാണോ കൊടുത്തത്, 230 പൗണ്ടാണ് കൊടുത്തത്. അതും രാത്രി 1.5 മണിക്ക് ഉറങ്ങുന്ന ഇടയിലാണ് ഞാൻ എണീറ്റ് നിങ്ങളവിടെ വന്നത്. അതെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോ വേണ്ടിയിട്ട് തോന്നിയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ പോലീസുകാർ നമ്മളോടൊരു കാര്യം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കം മുതൽ എടുത്ത വീഡിയോ ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കാൻ വേണ്ടിയല്ല താഴേക്ക് പോയത്. നമ്മൾ ആദ്യം വളരെ മയത്തിൽ സംസാരിച്ചു, അതിനുശേഷം നമ്മൾ ദേഷ്യപ്പെട്ടു, സ്വാഭാവികം. പിന്നെ ചുണ്ടൊക്കെ ഒട്ടിയിരിക്കുകയായിരുന്നു, ദേഷ്യപ്പെടാനുള്ള ഇത് സംസാരിക്കാനുള്ള ഇതുപോലും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ റിസപ്ഷനിലും അതേപോലെ തന്നെ അവരുടെ ഫേസ് കാണിക്കുന്ന വീഡിയോസ് ഒന്നും നിങ്ങൾ ഇടരുത് എന്ന് പോലീസുകാർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. കാരണം ഇല്ലാത്തുണ്ടെങ്കിൽ വെറുതെ തന്നെ അവർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് ഇടേണ്ട ആവശ്യമില്ല, പെരുമാറുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പലർക്കും പല രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ മൊറോക്കോയിൽ വന്നു കഴിഞ്ഞാൽ വെള്ളം ഇല്ലാന്ന് പറഞ്ഞ് റിസപ്ഷനിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹോട്ടലിൽ നിന്ന് ഇറക്കി വിടുന്നതായിരിക്കും. ഓക്കെ, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പുറത്തിറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച കണ്ടതാ ഞങ്ങൾ ഞെട്ടി. ഇതെന്തുകൊണ്ടിത്? ദൈവമേ, ഇത്രയും വലിയ ഹോട്ടലിലാണോ നമ്മൾ ഇന്നലെ രാത്രി ഒന്ന് റൂം എടുത്തത്? അഗദർ ബീച്ച് ക്ലബ് ഹോട്ടൽ നോക്കി. രക്ഷയില്ലേട്ടാ,
അടിപൊളിയാണ്. നോക്കാം, ഇതൊക്കെ പൂൾ വ്യൂ റൂമുകളാണ് ഈ കാണുന്നതൊക്കെ. നമ്മൾ സീ വ്യൂ റൂമാണ്, ഇത് പൂൾ വ്യൂ റൂംസ് ആണ്. ഇവിടെ താഴെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇവിടെ ഓറഞ്ച് മരങ്ങളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്, അതിലൊക്കെ നിറച്ച് ഓറഞ്ച് ഉണ്ട്. ആൻഡ് പൂളിൻ്റെ ചുറ്റിനും ആൾക്കാരാണ്. യൂറോപ്യൻസ് അല്ലേ മൊത്തം? മൊത്തം യൂറോപ്യൻസ് ആണ് അതിൻ്റെ ചുറ്റിനും നിൽക്കുന്നത്. യൂറോപ്യൻസ് വരുന്നത് കുറഞ്ഞ് ഇങ്ങോട്ട് ഇത്ര രാജ്യങ്ങളിലേക്ക് വരുന്നുണ്ടോ സംശയം. സത്യം, ഇപ്പം യൂറോപ്പിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്കൊക്കെ വരണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ. എന്നാൽ ഇതൊരു രക്ഷയില്ല കേട്ടോ. ആൾക്കാരെല്ലാം പൂളിൽ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളും ഫാമിലിയാണ് കൂടുതലും അല്ലേ? ഫാമിലിയാണ്. എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കുമല്ലോ ഇത്രയും വലിയ ഹോട്ടലൊക്കെ പണിയാനായിട്ട്. അതും വലിയ അടിപൊളി കുറേ ദൂരത്തിനുള്ള സീ വ്യൂ സംഭവങ്ങളും വലിയ പൂളും. അതും അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. DJ ആണോ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഈ പകൽ നട്ടുച്ച സമയത്താണേ. സമയം ഇപ്പോൾ നോക്കിയാൽ എത്ര മണി? സമയം കാണിക്കാനായിട്ട് വാച്ച് ഇന്നലെ ചാർജ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. സമയം 12 ഇപ്പോൾ രാവിലെ എണീറ്റ് വരുന്ന വഴിയാണ്. ഇന്നലെ നമ്മളൊരു ദിവസം രാത്രി മൊത്തം പോയില്ലേ. നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് കിടന്ന് തുടങ്ങിയപ്പോഴത്തേക്കിനും 4 മണിയൊക്കെ ആയി. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ റിസപ്ഷൻ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഇത് താഴെ ഈ കാണുന്നതാണ് റിസപ്ഷൻ. ഇവിടെ മേളിൽ ചുറ്റിനും അവിടെ ഇവിടെയൊക്കെ റൂമുകളുണ്ട്. ഇതൊക്കെ വ്യൂ ഒന്നും ഇല്ലാത്ത റൂമുകളായിരിക്കാം, മേ ബി സാധാരണ റൂമുകളായിരിക്കാം. ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് മൊറോക്കൻ സ്റ്റൈൽ ഒരു വെൽക്കം ഏരിയ, അതായത് ലിവിങ് റൂമുകൾ സാധാരണ എല്ലായിടത്തും ഉള്ളത്. ഇവിടെയുള്ള വീടുകളെല്ലാം ഇതേപോലെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹോട്ടലിലും നമുക്ക് ഇത്രയും വലിയ ഒരു ഹാളുണ്ട്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ ചെക്ക് ഇൻ ചെയ്യാനായിട്ടൊക്കെ ഗ്രൂപ്പായിട്ട് വരുന്ന ആൾക്കാരെ ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ ഇരുത്തിയിട്ട് ചെക്ക് ഇൻ ചെയ്യാമല്ലോ, മേ ബി അതായിരിക്കാം. നമ്മൾ ആവശ്യിക്കുന്ന അഗദർ ബീച്ച് ക്ലബ്ബിൽ ഇവിടെ കുറേ പ്രോഗ്രാമുകളുണ്ട് ഓരോ ദിവസം. അതൊക്കെ എന്തൊക്കെയാണെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടെ പൂൾ ഗെയിംസ്, ക്ലബ് ഡാൻസ്, ഇതൊക്കെ ഓരോ സമയത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അനിമേഷൻ എന്ന് പറഞ്ഞ എന്താ സംഭവം എനിക്കറിയില്ല, അനിമേഷൻ ടീം. പിന്നെ വൈകിട്ട് 4:30 വാട്ടർ പോളോ ഉണ്ട്. രാത്രി 8:30 മിനി ഡിസ്കോ ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് രാത്രി 8:30 വരാം കേട്ടോ. എനിക്ക് മിനി ഡിസ്കോ കാണണം. നിങ്ങളെ കാണിക്കൂല്ലോ ഗൈസ്, കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. മിനി ഡിസ്കോ കാണണം നമുക്ക്. ഇവിടെ ഡിസ്കോ കാണേണ്ട ആവശ്യമൊന്നുമില്ല. രാത്രി പുറത്തിറങ്ങി പോയാൽ തന്നെ മൊത്തം ഡിസ്കോയാണ്. എന്തായാലും രാത്രിയിൽ ഇവിടെ ഇത്ര നൈറ്റ് ലൈഫ് ഒന്നും ഞാൻ ഈ ഒരു സ്ഥലത്തൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇന്നലെ കണ്ടിട്ട് കിളി പോയി. ഞാൻ കാണിച്ചു തരാം അമ്മാതിരി നൈറ്റ് ലൈഫ്, അതും വെളുപ്പിന് 4 മണി വരെയൊക്കെ. ഇതാണ് അഗദർ ബീച്ച് ക്ലബ്ബ്, നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. കണ്ടല്ലേ അഗദർ ബീച്ച് ക്ലബ്ബ് ഉണ്ടാ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഈ വലിയ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് വലുതാണ്. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിരിക്കുന്നത്. ഫ്രൈഡ് എഗ്, സോൾട്ടഡ് വെജിറ്റബിൾസ്, ഇത് ചിക്കൻ സോസേജ്, ഇത് മൊറോക്കൻ ചായ, ഇത് ഓറഞ്ച് ജ്യൂസ്, പിന്നെ ക്രോസൻറ്റും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എടുക്കില്ല, ഇത്ര സാധനങ്ങളുണ്ടല്ലോ, അത് മതിയല്ലോ. നമുക്കിനി നമ്മുടെ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ബീച്ച് ഒന്ന് കാണാനായിട്ട് പോവാം. രാവിലെ ആയതുകൊണ്ട്, രാവിലെ അല്ല ഉച്ച ആയതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവാണ്. വൈകിട്ടാണ് പൊതുവെ കൂടുതൽ ആൾക്കാർ. ഇവിടെ റെസ്റ്റോറൻറ്റും മറ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അർമാനി ഷംജിത് ഭായ്, അർമാനിയും പ്രാഡയൊക്കെ ഉണ്ട്. വെച്ചോക്കെ എന്താ ഇതുണ്ടോ? എംപോറിയോ അർമാനി, റെയ്ബാൻ, ജോർജിയ. This how much? അത്രേ ഉള്ളൂ, 150 dirhams. 1000 രൂപ. ഇറക്കേണ്ടി വരും. ഗുഡ് ക്വാളിറ്റി. ഓക്കെ, ഐ ഹാവ്. താങ്ക് യു, ശുക്രാൻ. നോ, ഇറ്റ്സ് ഓക്കെ, താങ്ക് യു. അത് 100 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു പുള്ളി. അതായത് 100 dirhams എന്ന് പറയുമ്പോൾ 800 രൂപ. എംപോറിയോ അർമാനിയാണേ. ഇറ്റ്സ് ഓക്കെ. അതിപ്പോൾ 50 രൂപയ്ക്ക് തരാമെന്ന്. ഓ, നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ് നടന്നപ്പോഴേ 50 രൂപയ്ക്ക് തരാമെന്ന്. 50 dirhams എന്ന് പറയുമ്പോഴത്തേക്കും 400 രൂപ. എൻ്റെ അമ്മ അത് എത്ര രൂപയ്ക്കായിരിക്കും അപ്പം കിട്ടുന്നത് പുള്ളിക്ക്? ഇവിടെ ബീച്ചിൽ നമുക്ക് ഇവിടെ അടുത്തുള്ള ഓരോ റിസോർട്ടുകാരുടെയും ഹോട്ടലുകാരുടെയും പ്രൈവറ്റ് ബീച്ചുകളുണ്ട്. നമ്മളെ രാത്രി ആട്ടിപ്പുറത്താക്കിയ അലഗ്രോ ഹോട്ടൽസിൻ്റെ ബീച്ചാണത്. അവരുടെ ഒരു കൊടി അവിടെ കാണാൻ കണ്ടോ. അങ്ങ് ദൂരെ അവിടെ മലമുകളിൽ നമുക്കൊരു കോട്ട പോലൊരു സംഭവം കണ്ടോ. രാത്രി അവിടെ ലൈറ്റൊക്കെ ഇട്ട് അമേസിങ് ആ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. അത് ശരിക്കും പണ്ട് ആ മലയുടെ മുകളിലായിരുന്നു അഗദർ ടൗൺ സ്ഥിതി ചെയ്തിരുന്നത്. പിന്നീട് കുറച്ച് നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ സംഭവിച്ച് അവിടെ ആ മല ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയും പിന്നീട് ആളുകൾ അവിടെ നിന്ന് താഴേക്ക് പലായനം ചെയ്യുകയുമായിരുന്നു. ഇപ്പം നമുക്ക് ആ മലയുടെ മുകളിലേക്ക് റോഡുണ്ട്, ബൈ റോഡ് വണ്ടി ഓടിച്ച് പോകാൻ സാധിക്കും. അൺഫോർച്യുനേറ്റ്ലി ഇപ്പം നമുക്ക് സമയമില്ല. നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോൾ അത് ട്രൈ ചെയ്യാം. ഇതാണ് നമ്മുടെ ഹോട്ടൽ അഗദർ ബീച്ച് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്. ഇതിങ്ങനെ അറ്റം മുതൽ അറ്റം വരെ കിടക്കുക. എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോമീറ്ററിലധികം ഇതിങ്ങനെ ബീച്ച് ഫ്രണ്ടിൽ കിടക്കുകയാണ്. അയ്യോ, നമ്മുടെ റൂം അവിടെ എവിടെയെല്ലാം ഉണ്ടാവും. നമ്മുടെ നിക്കർ ഉണക്കായിട്ടിരിക്കുന്നത് നമുക്ക് അവിടെ കാണാം.
ആ താഴത്തെയാണ് നമ്മുടെ റൂം. അവിടെ ഞങ്ങളുടെ നിക്കർ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. അപ്പോൾ ഇവിടേക്ക് മുമ്പിൽ നമ്മുടെ തൊട്ട് മുമ്പിൽ തന്നെ നമുക്കിവിടെ നമ്മുടെ ഹോട്ടലിൻ്റെ ഒരു പ്രൈവറ്റ് ബീച്ച് കൺസെപ്റ്റാണിത്. പ്രൈവറ്റ് ബീച്ച് എന്ന് പറയുന്നത് ശരിക്കും ഈ ഹോട്ടലിലെ ഗസ്റ്റുകൾക്ക് മാത്രമായിരിക്കാം ഈ ഒരു സ്ഥലത്ത് ഇറങ്ങി ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർക്ക് അവർ എൻട്രി അലോ ചെയ്യില്ല. ബാക്കിയുള്ള ആൾക്കാർക്ക് ഇഷ്ടംപോലെ സ്ഥലം വേറെ ഉണ്ട്. നമ്മളവിടെയൊക്കെ പ്രൈവറ്റ് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ച് നിൻ്റെ തന്തട കാണാൻ ചോദിക്കും ആൾക്കാർ. അതാണ് നമ്മുടെ പ്രശ്നം. പ്രൈവറ്റ് ബീച്ച് കൊടുക്കണം. ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഇവിടെ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് വന്ന് പോകാം. അല്ലെങ്കിൽ മറ്റു ആളുകൾ ലോക്കൽസ് അവിടെ വന്ന്. അതെ 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 അതെ. ഈ ലോക്കൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലോക്കലി ജീവിക്കുന്ന ആൾക്കാർ. അത് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ലോക്കലി ജീവിക്കുന്ന ആൾക്കാർ. അതെ, അതിനെയാണ് ലോക്കൽസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ലോക്കൽസ് എന്ന് പറയുന്നത് വേറെയാണ് അർത്ഥം പലരും. അതിങ്ങനെ ഓരോ ഭാഷകൾ അങ്ങനെ കേട്ടോ. ലോക്കൽ എന്ന് പറയുന്നത് തദ്ദേശവാസികളെയാണ് ലോക്കൽസ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് ബീച്ചൊക്കെ കൊടുക്കണം. പ്രൈവറ്റ് ബീച്ച് കൊടുത്താലാണ് ആളുകൾക്ക് കംഫർട്ടും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുക. എന്നാലോചിച്ച് നോക്കിയാൽ നിങ്ങളൊരു റിസോർട്ടിൽ പോകുന്നു ഫാമിലി ആയിട്ട്, നിങ്ങൾ ബീച്ചിൽ ഇറങ്ങുന്നു. ബീച്ചിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു പ്രൈവസി നിങ്ങൾ ആഗ്രഹിക്കില്ലേ? അപ്പോൾ അത് പ്രൈവറ്റ് ബീച്ചിൽ കിട്ടും. നമുക്കൊരു സെക്യൂരിറ്റി, സേഫ്റ്റി, അതൊക്കെ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് എൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ഹോട്ടൽസ് ആർ വെരി എക്സ്പെൻസീവ്. ആഫ്രിക്ക മൊത്തത്തിൽ അങ്ങനെ എക്സ്പെൻസീവ് ആണ്. അപ്പം അത് മാത്രമല്ല പല സേഫ്റ്റി ഇഷ്യൂസും ഉണ്ട് ആഫ്രിക്കയിൽ, പ്രത്യേകിച്ചും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കിനും. മൊറോക്കോയിൽ അത്ര ഇല്ലെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോട്ടലുകൾ എടുക്കുമ്പോഴത്തേക്കിനും നമ്മൾ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്ന ഒരു കൺസേൺ എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്, അല്ലേ? ഇപ്പോൾ ഹോട്ടലിൽ പോലും നമുക്ക് ആ ഒരു സേഫ്റ്റി ഡിനൈ ചെയ്ത് നട്ടപ്പാരാത്രിക്ക് നമ്മളെ വെള്ളം ചോദിച്ച് വഴക്കുണ്ടാക്കിയതിന് ഇറക്കി വിടുക എന്ന് പറയുമ്പോഴത്തേക്കിനും ദാറ്റ്സ് നോട്ട് അറ്റ് ഓൾ അക്സെപ്റ്റബിൾ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിവിടുത്തെ അധികാരികൾ ആരെങ്കിലുമൊക്കെ കാണും, എനിക്ക് ഉറപ്പാണ്, കാണുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള ഹോട്ടലുകൾക്കെതിരെ ശക്തമായ നടപടികൾ നിങ്ങളുടെ ടൂറിസം ഭാഗത്തു നിന്നുണ്ടാവണം. യുവർ പോലീസ് ഹെൽപ്ഡ് us. നിങ്ങളുടെ പോലീസ് ഞങ്ങളെ സഹായിച്ചു. പക്ഷേ നിങ്ങളുടെ അതോറിറ്റീസ് ഇതുപോലുള്ള ഹോട്ടലുകളുടെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ ഉണ്ടായാൽ മാത്രമേ നാളെ മറ്റൊരു ടൂറിസ്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്കിനും അയാൾക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകാതിരിക്കുകയുള്ളൂ. എന്തായാലും മൊറോക്കോ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, ലോട്ട് ഓഫ് തിങ്സ് ടു എക്സ്പ്ലോർ. കുറേ സംഭവങ്ങളുണ്ട്, നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. അതുവരേക്കും ബൈ.